ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമേസോൺ വേൾഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ്ലി മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. മുന്നേ ഞാൻ ലൈവ് ചെയ്തിരുന്നു, പക്ഷേ ഞാൻ ഇത്രയും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, സോ ഈ ടോപ്പിക്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 കോഴ്സുകളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അതിന് മാസത്തിൽ 29ഉം സ്ട്രാറ്റജിക് കോഴ്സ് മാനേജ്മെൻറ്റ് ₹60യുമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ അടിക്കുന്ന ₹29 എന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ളതാണ്. അതുപോലെ നെസ്സിയമിന് നിങ്ങൾ അടിക്കുന്ന ₹60 എന്ന് പറയുന്നതും ഒരു മാസത്തേക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താവും, നിങ്ങൾ വീണ്ടും അടിക്കണം. വീണ്ടും അടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു ആക്സസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് കിട്ടുള്ളൂ. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ റീന്യൂ ചെയ്തില്ലെങ്കിൽ, അതായത് നിങ്ങൾ ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നിങ്ങൾ എമൗണ്ട് അടിക്കുന്നില്ലെങ്കിൽ ആ ബെനിഫിറ്റ്സ് ഒക്കെ എന്താവും, ആ ഒരു മെമ്പർഷിപ്പ് കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, ചിലർക്ക് വേണമെങ്കിൽ ക്യാൻസലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എമൗണ്ട് കിട്ടില്ല, തിരിച്ച് കിട്ടില്ല. നിങ്ങൾ ആ ക്യാൻസൽ ചെയ്താലും, അതായത് ഇപ്പോൾ നിങ്ങൾ ഇന്ന് അടച്ചു, പക്ഷേ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊന്നും തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്നൊക്കെ തോന്നുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു മാസം ഇതിൽ പറഞ്ഞാൽ മതി, നിങ്ങൾ കൊടുത്ത സമയത്ത് പറഞ്ഞപ്പോഴുള്ള ആ ഡേറ്റ് തൊട്ടിട്ട് ഒരു മാസം നിങ്ങൾക്ക് അപ്പോഴും ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, പക്ഷേ എമൗണ്ട് തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ലെറ്റ്സ് സേ ഞാൻ ചാപ്റ്റർ 1ൻ്റെ മൊത്തം വീഡിയോസ് ഞാൻ മൊത്തം വീഡിയോസ് അല്ല, നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മാസം നിങ്ങളപ്പോൾ കറക്റ്റായിട്ട് ₹29 അടയ്ക്കുന്നു, നിങ്ങളത് ആക്സസ് ചെയ്യുന്നു, ഫൈൻ. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ചിലപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും ആഡ് ചെയ്യും, വീണ്ടും വീഡിയോസ് ഞാൻ ആഡ് ചെയ്യും. ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞാൻ അടുത്ത മാസമായിരിക്കും വീഡിയോസ് ചാപ്റ്റർ 2 ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, രണ്ടാമത്തെ ചാപ്റ്ററിന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഇത് മെമ്പർഷിപ്പ് അടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രണ്ടാമത്തെ മാസം കൊടുത്താൽ പോരെ, കാരണം ഞാൻ ഒരു മാസം ചാപ്റ്റർ 1 അപ്ലോഡ് ചെയ്തു, രണ്ടാമത്തെ മാസം ചാപ്റ്റർ 2 അപ്ലോഡ് ചെയ്തു. നിങ്ങൾ ഈ രണ്ടാമത്തെ മാസം ഞാൻ ചാപ്റ്റർ 2 അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഈ ₹29 അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ചാപ്റ്റർ 1 നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ചാപ്റ്റർ 1ൻ്റെ വീഡിയോസ് അപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ₹29 ലാഭമല്ലേ, അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒരു എന്താ പറയുക, എനിക്കും ഉറപ്പില്ല എപ്പോഴാണ് വീഡിയോസ് ഇടുന്നതെന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ ആ സമയത്ത് വരെ നീങ്ങി പോകുമ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ. പിന്നെ ഓരോരുത്തരുടെ ഡ്യൂറേഷൻ ഡിഫറെൻ്റ് ആവും. ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാസം തന്നെ, ഇപ്പോൾ എല്ലാവരും ഒരു ദിവസം തന്നെ എമൗണ്ട് അടയ്ക്കില്ലല്ലോ. എല്ലാവർക്കും എപ്പോഴാണ് എമൗണ്ട് അടയ്ക്കുന്നത് ആ ഡേറ്റ് തുടങ്ങി ആ ഒരു മാസം എന്നാണ് കാൽക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് ചിലവരുടെ പീരീഡ് കഴിയുമ്പോഴായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കുക, ചിലവർ അപ്പോഴേ അടയ്ക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ അതിലുള്ളതാണ് ഈ യൂട്യൂബിൻ്റെ ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണെങ്കിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്താണ്, ഞാൻ വലിയ രീതിയിൽ തുടങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് ഞാൻ ഈ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി ഇതിനെ പറ്റിയുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നാലാണെങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി എന്ത് ബെനിഫിറ്റ്സാണ് നിങ്ങൾ ഈ എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒന്നാമത്തേത്, ഞാൻ ചാപ്റ്റർ വൈസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പോർഷൻസിൻ്റെ ഷോർട്ട് നോട്ടുകൾ, ചിലത് കോൺസെപ്ച്വൽ നോട്ടുകളായിരിക്കും, ചിലത് ഷോർട്ട് നോട്ടായിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾക്ക് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചാപ്റ്ററിന് ശേഷവും കോംപ്രഹെൻസീവ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് അവർ ആൻസർ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് കാൽക്കുലേഷൻസ്, അതിന് ഡിസ്കഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിന് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ചെയ്യുന്ന ആൻസേഴ്സ് ഞാൻ എന്ത് ചെയ്യും, ഈ നോട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വീഡിയോ ഡിസ്കഷൻ വരുന്നത് എന്താണ്, 2022 സിലബസിൽ, അതായത് കഴിഞ്ഞ 2023 ജൂൺ തൊട്ടിട്ടാണ് നമ്മുടെ 2022 സിലബസിൻ്റെ എക്സാം വന്നത്. അപ്പോൾ ആ ഒരു 2022 സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രം, 2016 ഇല്ല,
2022 സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിലെ MTPS ഉണ്ടാവില്ല എക്സാമിന് മുന്നിറങ്ങുന്നത്. അപ്പോൾ ആ MTPS എന്നുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചാപ്റ്റർ വൈസാണ് ഡിസ്കഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള ഈ ഒരു ടൈം പീരീഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ടിൽ നമ്മുടെ ഈ പറയുന്ന MTPS എന്നും അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചാപ്റ്റർ വൈസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സാധാരണ വീഡിയോസ് സാധാരണ പോലെ തന്നെ അത് മെമ്പർഷിപ്പ് അല്ല. വീഡിയോസ് ഞാൻ ഇതുവരെയായിട്ട് മെമ്പർഷിപ്പ് ആക്കാനായിട്ട് വിചാരിച്ചിട്ടില്ല. അതായത് ഞാനിപ്പോൾ സാധാരണ ഒരു വീഡിയോ എടുക്കുമല്ലോ, ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ട് അതിലത്തെ കോൺസെപ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുമല്ലോ, അതൊക്കെ ഞാൻ മെമ്പർഷിപ്പിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഞാൻ മെമ്പർഷിപ്പിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കോംപ്രഹെൻസീവ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ഡിസ്കഷൻ വേണ്ടവർ, അതുപോലെ ഈ 2022 സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ വേണ്ടി വരുന്നവർ, ഷോർട്ട് നോട്ട്സുകൾ വേണ്ടി വരുന്നവർ, അവർക്കൊക്കെ ആണ് ഇത് മെയിൻ എന്ന് പറയുന്നത്. ഏത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് SCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വീഡിയോയും, അതായത് SCMൻ്റെ മൊത്തം വീഡിയോ കംപ്ലീറ്റ് SCM വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് SCMൻ്റെ ഒരു വീഡിയോയും ഫ്രീ ആയിട്ടുള്ള അല്ലാതെ മെമ്പർഷിപ്പിനുള്ളിൽ വരുന്നത്. നിങ്ങൾ അടിക്കുന്ന 60 rupees എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ 60 രൂപ അടിക്കുന്നവർക്ക് മാത്രമേ SCMൻ്റെ വീഡിയോസും അതിൻ്റെ ഷോർട്ട് നോട്ട്സും അതിൻ്റെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും മറ്റൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് SCMൻ്റെ കാര്യം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ SCMൻ്റെ കംപ്ലീറ്റ് വീഡിയോസും മെമ്പർഷിപ്പ് നിങ്ങൾ 60 രൂപ കൊടുക്കുക തന്നെ വേണം. മറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനാണെങ്കിൽ ഞാൻ കോൺസെപ്റ്റൊക്കെ പറയുന്ന വീഡിയോസൊക്കെ ഫ്രീ ആണ്, സാധാരണ ഇടുന്ന പോലെ തന്നെയാണ് ഇടുന്നത്. ഇനി കുറച്ച് വാർണിങ്ങുകളാണ് തരാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്ന നോട്ടുകൾ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല, കോപ്പി ചെയ്യാനായിട്ടും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ അങ്ങനെയാണ് ശരിയാക്കി വെച്ചിരിക്കുന്നത്, ഡ്രൈവിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ നോട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ ഷോർട്ട് നോട്ട്സിൻ്റെ ഇതിലെ ആ ഒരു സെക്ഷനിൽ തന്നെയായിരിക്കും നമ്മൾ MTPയും അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ അടിയിലായിരിക്കും, ഡിസ്ക്രിപ്ഷനിലായിരിക്കും ഞാൻ ലിങ്ക് ഇടുന്നുണ്ടായിരിക്കുക, ഈ ഡ്രൈവിൻ്റെ ലിങ്ക് ഇടുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഈ മെമ്പർഷിപ്പിൻ്റെ എമൗണ്ട് അടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ആ തംബ്നെയിലും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ അതുപോലെ മെമ്പർഷിപ്പൊക്കെ തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ ആ തംബ്നെയിലും അതിലത്തെ ആ ടൈറ്റിലും ഒക്കെ കാണാൻ പറ്റുള്ളൂ, നമുക്ക് എടുത്ത് നോക്കാനായിട്ട് പറ്റില്ല, അതായത് ഡിസ്ക്രിപ്ഷൻസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല എന്ന്. ഫൈൻ, നിങ്ങൾ വീണ്ടും എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നിന്നുണ്ടാവും ഈ ഡ്രൈവിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത്, നമ്മുടെ ഡിസംബറിന് മുൻപായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ പോർഷൻസും തീർക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നില്ല. എന്തായാലും തീരില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സമയം എൻ്റെ കയ്യിൽ എടുക്കാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ SCM ഇടയ്ക്കിടയ്ക്ക് SCM വീഡിയോസ് ഇടണം, അതുപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇടയ്ക്ക് ഇംഗ്ലീഷ് കുറച്ച് വീഡിയോസ് ഇടണം. അപ്പോൾ എന്തായാലും തീർക്കാനായിട്ട് പറ്റില്ല, നമ്മൾ കംപ്ലീറ്റ് പോർഷൻ തീർക്കാൻ പറ്റില്ല. പക്ഷെ അത്രയും വരെ 3-4 ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്റ്റുഡൻറ്റ് തന്നെയാണ്, CMA ഫൈനൽ ചെയ്യുന്നൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ഒരു എക്സാം എങ്ങാനും ജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും ഒരു പിടുത്തമില്ല. പക്ഷേ പോകുന്നവരെ ഞാൻ ഈ വീഡിയോസ് ഇടും. ഓക്കെ, പിന്നെ SCM വീഡിയോസ് ഞാൻ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസിനാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് SCM വീഡിയോസ് കുറച്ച് അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന ഫ്രീക്വൻസി കുറവായിരിക്കും. ഇപ്പം ഞാൻ ഒന്നാമത്തെ പാഠമല്ലാതും എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ 60 രൂപ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് വീഡിയോ അതുപോലെ തന്നെ നോട്ട് ഡിസ്കഷൻസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ക്ലാസ്സുകൾക്കാണ് കുറച്ചുകൂടി ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി സമയം എടുത്തിട്ട് ആണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ വാണിംഗ് എന്ന് പറയുന്നത് മലയാളികളല്ലാത്തവർക്കാണ്. അവർ ആരെങ്കിലും ഇങ്ങനെ എമൗണ്ട് അടിക്കാനോട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാണിംഗ് കണ്ടതിന് ശേഷം മാത്രം കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ്ലി എഴുതി വെച്ചിരിക്കുന്നത്. സോ ആസ് യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ, my primary focus will be making Malayalam videos, okay, because most of my audiences are Malayalis. So
financial accounting, I will be uploading more Malayalam videos. Yes, I will be uploading English videos in between, and that's why I've added that in the poster. Fine. So you have to think before you are going to pay for financial accounting course. Fine, because all the videos which is there inside the membership, like if you're going to pay rupees 29, those videos which I have uploaded under that will be in Malayalam, right? Okay, but you can access the notes. Notes are in English, of course. You can see the answers which I have added, and also you can see the discussion. I will be adding the answers of MTPs and question papers, as well as the comprehensive numerical question answers will be added in the notes, so you can make use of the notes. Fine. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ടുകളൊക്കെ വരാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ കീഴിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ. മറ്റേ ലൈവിൻ്റെ വീഡിയോ ഞാൻ പ്രൈവറ്റിൽ ഇടാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.